അപ്പോഴേ ഞങ്ങൾ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ഇത്തിരി പോത്തിറച്ചി മേടിച്ചിട്ടാ കടച്ചക്ക ഇട്ട് വെച്ച് എൻ്റെ താരത്തിന് ഇട്ട് വെച്ചിട്ടാ. പിന്നെ ഉപ്പുമാങ്ങ ആയിട്ടില്ല കേട്ടാ. എന്നാൽ ഞാൻ കട്ട് ചെയ്തെടുത്തത് ഉപ്പുമാങ്ങ എടുത്തു. പിന്നെ മോരിയാറ്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ. അപ്പോഴേ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? 1 കിലോ ഇറച്ചി മേടിച്ചിട്ടാ, എരുമിറച്ചി. അപ്പം ഞാനോർത്തേ കടച്ചക്കയും മേടിച്ച്, എൻ്റെ വേക്കോള് കടച്ചക്കയും കിട്ടിയിട്ടുണ്ട്. അപ്പം കടച്ചക്ക ഇട്ട് വെക്കാൻ പോവാണ്. അപ്പം ഞാനേ ഇറച്ചി ഒരു അരമണിക്കൂർ മുമ്പ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചിട്ട്, പിന്നെ ഒരു വലിയ സവാളയും കൂടി കട്ട് ചെയ്തിട്ട് ഉപ്പും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. പൊടികളൊന്നും ഇട്ടിട്ടില്ല. അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ആദ്യം. അപ്പം സവാള ഇട്ട് വേവിക്കുമ്പോഴേ ഇറച്ചിക്ക് ടേസ്റ്റും ആയിരിക്കും, വേഗം ചെയ്യും കേട്ടോ. അതിനാണ് സവാളയും കൂടി ഇട്ട് വേവിക്കുന്നത്. അപ്പം നമുക്ക് ഒന്ന് വേവിച്ച് മാറ്റാം ആദ്യം. അപ്പോൾ ഇറച്ചിയൊക്കെ ഞാൻ വേവിച്ച് മാറ്റി കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ ഞാനൊന്ന് ചൂടാക്കണേണ്. ഓട് കാച്ചണമെന്ന് പറയും. വെളിച്ചെണ്ണയെന്ന് വെച്ചിട്ടില്ല കേട്ടോ. വെറുതെ പൊടികളെല്ലാം, അതായത് മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം കൂടി ഒന്ന് ഇങ്ങനെ ചൂടാക്കുമ്പോൾ ഉണ്ടല്ലോ ആ പച്ചച്ചുവ മാറുകയും ചെയ്യും. ഒരു വറുത്തരച്ച ടൈപ്പിൻ്റെ ടേസ്റ്റും കിട്ടുകയും ചെയ്യും കേട്ടോ കറിക്ക്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. കരിഞ്ഞു പോരുത്, ചെറിയ ചൂടാണ് ഇട്ടേക്കണത്. അപ്പം നമ്മുടെ പൊടിയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇത്ര മതി. നമുക്ക് കറി റെഡിയാക്കാം. അപ്പം നമുക്കിനി കറി റെഡിയാക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാനിട്ടുണ്ട്. ഇതിലേക്ക് സവാള, ഒരു തക്കാളി. സവാള ഞാൻ വേവിക്കാൻ നേരത്തും കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത്തിരി കൂടി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ചതച്ചിടുന്നതാണ് താളിക്കാൻ നേരത്ത്. ഒന്ന് വാടട്ടെ. പച്ചമുളക് ഞാൻ ഇനി എടുത്തില്ല. പച്ചമുളക് വേവിക്കാൻ നേരത്ത് ഒരു 8 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അത് മതി. ഒന്ന് വാടട്ടെ. നമ്മുടെ തക്കാളിയും സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്. സമയത്ത് നമുക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കാം. പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇറച്ചി ഗ്രേവിയിൽ കിടന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് റെഡി ആവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കടച്ചക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറി നോക്കാം. ഇതിപ്പോൾ തിളച്ചിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാ. അപ്പോൾ ഞാൻ ഇറച്ചി ഇത്തിരി വേവ് കൂടുതലായതുകൊണ്ട് ഇത്തിരി കൂടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിരുന്നു. എന്നിട്ടാണ് പിന്നെ റെഡിയാക്കിയത്. ഇപ്പോൾ ഇറച്ചി ഏതാണ്ട് ഒരുവിധം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കടച്ചക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. മൂടി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. അപ്പോൾ കറി നമുക്ക് നോക്കാം. അപ്പോൾ കടച്ചക്ക ഇട്ട് തിളച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാ. നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേ ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു.
അപ്പോൾ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒന്നും കൂടി മൂടി വെക്കാം. അപ്പോൾ കറി നോക്കാം. കറി ഏതാണ്ടൊക്കെ റെഡി ആക്കണേണ്. ഒരല്പം ഗ്രേവിയേ ഉള്ളൂ. ചെറിയൊരു ഗ്രേവി ഉണ്ട്. തണുത്ത് കഴിയുമ്പോൾ റെഡിയാവും. അത്ര മതി. അങ്ങനെ നമ്മുടെ സൺഡേ സ്പെഷ്യലായ പോത്തിറച്ചിയും കടച്ചക്കയും കൂടി ഇട്ട് വെച്ച കറി റെഡിയായി. അപ്പോൾ കഴിക്കാം. അപ്പോൾ ഇതിലിപ്പോൾ കടച്ചക്ക മിക്കവാറും പെട്ടെന്ന് തീരും കേട്ടോ. ഇറച്ചിയൊക്കെ ബാക്കിയിരിക്കും. എനിക്ക് കടച്ചക്കയാണ് ഇഷ്ടം. നല്ല അടിപൊളി ഇറച്ചിയായിരുന്നു കേട്ടോ. പിന്നെ 2 കഷ്ണം മാങ്ങ എടുക്കാം. പിന്നെ മോരിയാറാണ്, കുമ്പളങ്ങ ഇട്ട് വെച്ച മോരിയാറാണ്. അപ്പോൾ കഴിക്കാം. കടച്ചക്ക എന്താ രുചിയെന്ന് അറിയാമോ. നല്ല മൂത്ത കടച്ചക്കയാണ് കേട്ടോ. നെയ്യുള്ള ഇറച്ചിയും കടച്ചക്കയും കൂടി ചേരുമ്പോൾ അടിപൊളിയാണ്. അടിപൊളി. ഇവിടെ മാങ്ങ ആയിട്ടില്ല. എന്നാലും ഞാൻ വായിക്കൊരു രുചിക്ക് വേണ്ടി ഒരു മാങ്ങ എടുത്തതാണ്. ഇന്നും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. സൺഡേ സ്പെഷ്യലി കടച്ചക്കയും ഇറച്ചിയും കൂടി, പോത്തിറച്ചിയും കൂടി ഇട്ട് വെച്ചത്, ഉപ്പുമാങ്ങ, മോരിയാറ്. നിങ്ങളെല്ലാവരും കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്.